സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ്. അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. നീ വലിയ ആർട്ടിസ്റ്റാണെന്ന നിന്റെ വിചാരം. ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി കേട്ടാ. ഈ സത്യഭാമയുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും നേരത്തെ അറിയുന്നതായിരിക്കും. ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കളറിനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ അവർ കറുത്തിട്ടാണ് ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കുന്ന നേരത്തെ നമ്മൾ ഇതേപോലെ കേട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരെ പറ്റി ഭയങ്കര മോശമായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുറ്റബോധവും അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല. താൻ ഭയങ്കര ശരിയാണ്, താൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു സ്നേഹ ഇതേ കണക്ക് മറുപടി കൊടുക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൻ്റെ തുടക്കത്തിൽ. അതിനെപ്പറ്റി അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇതേ കണക്ക് സത്യമാകുമ്പോൾ ഈ സ്നേഹയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇതേ കണക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ ഇപ്പം നിങ്ങൾ കേട്ടത്. ഇതേ കണക്ക് നിൻ്റെ മോന്ത കണ്ടില്ലേ, കവളിങ്ങനെ അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഭയങ്കര കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവരെന്തോ വലിയ ആളാണെന്നുള്ള വിചാരത്തിലാണ് സംസാരിക്കുന്നത്. ഇതേപോലെയാണ് ഒരുപാട് പേരെടുത്ത് ഒരുപാട് ആൾക്കാരുടെ കാര്യവും പറയുന്നത്. ഇതേ കണക്ക് ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഇതേ കണക്ക് സൗന്ദര്യം നോക്കുക, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ ശരീരഘടനയും അതോടെ തന്നെ സൗന്ദര്യം വെച്ചിട്ട് മാത്രമാണ് ഇവർ എപ്പോഴും ഉണ്ടെങ്കിൽ ഇതേക്ക് മൈൻഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തവരും ഇങ്ങനെ കളിയാക്കാൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവരുടെയൊക്കെ ധൈര്യം എന്ന് പറഞ്ഞാൽ തനിക്കൊക്കെ എന്തും പറയാൻ കുഴപ്പമില്ല, ഒരു സോറി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നുള്ളൊരു ധൈര്യം കൊണ്ട് എന്തും പറയാമെന്നുള്ളൊരു തീരുമാനത്തിലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവരെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.